രാവിലെ 4:30 മണി 5 മണിക്ക് കാട്ടിനുള്ളിൽ കയറുക. കാരണം ന്യൂഡിറ്റിയൊക്കെ എക്സ്പോസ് ചെയ്യുമ്പോൾ പബ്ലിക് കണ്ട പ്രശ്നമാണ്. അപ്പോൾ ഏത് കാട്ടിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പോലും ആരും അറിയരുത്. അതിനുവേണ്ടി ഏർലി മോർണിംഗ് കാട്ടിനുള്ളിൽ പോയിട്ട് പറയും, ഡ്രൈവേഴ്സിനോട് പറയും, നിങ്ങൾ ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടേ വണ്ടി ഇടുക, ഉച്ചയാകുമ്പോൾ ഇവിടെ നിൽക്കുക, അതുവരെ വരണ്ട. ഞങ്ങൾ ഈ ബിസ്ക്കറ്റും ആപ്പിളും കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. എന്നിട്ട് അന്ന് ഉച്ച വരെ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് നിൽക്കും. അപ്പോൾ നട്ടുച്ച വെയിലത്ത് ഷൂട്ട് ചെയ്യേണ്ട വിചാരിച്ചത്. ചില സമയത്ത് നട്ടുച്ച വെയിലത്താണ് നൈറ്റ് എഫക്ട് സീൻസ് എടുത്തിരുന്നത്. കാരണം ഷാഡോസ് കിട്ടും. അപ്പോൾ അതിൽ ടോപ്പ് ലൈറ്റിൽ ഷാഡോസിൽ ഫിൽറ്റർ കെട്ടിട്ട് നൈറ്റ് എഫക്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അതിന് റിഫ്ലക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ടില്ല, ലൈറ്റ് ഉപയോഗിച്ചിട്ടില്ല, ട്രോളി ഇല്ല, ക്രെയിൻ ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ ഉടുത്ത മുണ്ടാണ് റിഫ്ലക്റ്റായിട്ട് ഉപയോഗിച്ചത്. അങ്ങനെ കയ്യിൽ ക്യാമറയായിട്ട് നടന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ട്രാവലിംഗ് ആൻഡ് ഷൂട്ടിംഗ് ആയിരുന്നു ത്രൂ ഔട്ട് ദ പിക്ചർ. 27 ദിവസം ടോട്ടൽ ട്രാവൽ ചെയ്തു, 22 ദിവസം ഷൂട്ട് ചെയ്തു. ആരുമില്ല. അപ്പോൾ അതിൽ പറഞ്ഞാൽ എനിക്കെപ്പോഴും പറയില്ലേ, ആരും ഫിലിമിൽ ചെയ്യാത്ത ചിന്തിക്കാത്ത കാര്യങ്ങൾ ഞാനൊക്കെ അവിടെ വളരെ കഷ്ടപ്പെട്ട് ചെയ്തു. എങ്ങനെ ചെയ്തു പറഞ്ഞാൽ ഞങ്ങൾ മംഗലാപുരം ബീച്ചിലെത്തി, ഉള്ളാൾ ബീച്ചിലെത്തി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമുക്കിവിടെ മരുഭൂമി ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും മരുഭൂമി ഷൂട്ട് ചെയ്യാം. നമ്മൾ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ക്യാമറ ഇവിടെ വയ്ക്കൂ, വെച്ചിട്ട് കടൽ കാണാത്ത വിധത്തിൽ മണൽ കോരി നിറയ്ക്കാൻ പറഞ്ഞു. മണൽ കോരിയിട്ട് കുന്നുപോലെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തെ കടൽ കാണില്ല. എന്നിട്ട് ഈ കുന്നിൻ്റെ മുകളിൽ കൂടെ ഒരു നടക്കാൻ പറഞ്ഞു. അപ്പോൾ അത് മരുഭൂമിയിലാണ് നടക്കുന്നത്. അത് കൂടെ ഉരുണ്ട് വീഴുന്നു, കാല് ഇടറി വീഴുന്നു, നടക്കുന്നു. മരുഭൂമി മാത്രമേ ഉള്ളൂ, നല്ല മണലും മരുഭൂമി. ഞങ്ങൾക്ക് അത്രേ കയ്യിൽ കാശുള്ളൂ. ഞങ്ങൾക്ക് രാജസ്ഥാൻ മരുഭൂമി പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ മരുഭൂമി. അത് കഴിഞ്ഞപ്പോൾ ചെടികളൊക്കെ ഭൂമിയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ചെയ്യാം. ഒരു പാറ കണ്ടു. ആ പാറയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു 4 അടിയിൽ കുഴിക്കാൻ പറഞ്ഞു, 2 പേർക്ക് ഇരിക്കാൻ. എന്നിട്ട് 2 പേരെ അതിൻ്റെ ഉള്ളിൽ ഇരുത്തി. എന്നിട്ട് ഒരു പ്ലൈവുഡ് വെച്ചിട്ട് മറച്ചു, മുഴുവൻ മണലിട്ടു. ചെടി ഒക്കെ എന്ത് ചെയ്തു, വള്ളികൾ പാറയിൽ, അവിടെ കടൽ തീരത്ത് വയലറ്റ് പൂക്കളുള്ള വള്ളികളുണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടത്. അപ്പോൾ ആ വള്ളി ഫ്രഷായിട്ട് പറിച്ചുകൊണ്ടാൻ പറഞ്ഞു. അങ്ങനെ പാറയിൽ ഒട്ടിച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു. ഒട്ടിച്ച് പിടിപ്പിച്ചിട്ട് ഈ കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ പ്ലൈവുഡിൻ്റെ ഉള്ളിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൂടെ അടിയിൽ എൻ്റെ അസിസ്റ്റൻസ് പിടിച്ചിരുന്നു. എന്നിട്ട് അവരിങ്ങനെ ഉള്ളിലേക്ക് വലിക്കാൻ പറഞ്ഞു. എന്നിട്ട് ക്യാമറ റിവേഴ്സ് ഷോട്ട് എടുത്തു. അപ്പോൾ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് കയറി വളർന്ന് മറ്റിപ്പിടിക്കുന്നത് ഞങ്ങൾ അങ്ങനെ എടുത്തത്. അങ്ങനെ ഓരോ ഷോട്ടും ട്രിക്ക് ഷോട്ട്സ് മുഴുവൻ നേരിട്ട് ചെയ്യായിരുന്നു. അതിൽ ഗ്രാഫിക്സിന് കൊടുക്കാൻ കാശില്ല, ഒന്നുമില്ല. അങ്ങനെ എടുത്ത സിനിമയാണത്. അപ്പോൾ അതിന് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടാവുക ഞങ്ങൾ തന്നെയാണ്, വർക്ക് ചെയ്തവരാണ്. അത്ര ഒരു സ്ഥലത്ത് പോയി, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, നവോദയ അപ്പച്ചൻ ബൈബിൾ പറഞ്ഞ സീരിയൽ ദൂരദർശന് വേണ്ടി ചെയ്യാൻ പോയപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു, ഞാൻ ആദ്യപാപം കണ്ടു, അതിലത്തെ ലേക്കൊക്കെ എവിടെ ഷൂട്ട് ചെയ്തത്, ഞങ്ങൾക്ക് കുറച്ച് സീൻ ഷൂട്ട് ചെയ്യാനുണ്ട്, ഒന്ന് പറഞ്ഞുതരാമോ എന്ന്. അപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് അറിയാതെ ചിരിച്ചു പോയി. ഞാൻ സാർ അത് ബാംഗ്ലൂർ പാലസിൻ്റെ ഉള്ളിൽ ഞാൻ പോയപ്പോൾ ഉള്ളിൽ ഇങ്ങനെ പോയി ഇങ്ങനെ കുറച്ച് കാട് സീൻ, അവിടെ പാലസ് ടൗണിൻ്റെ നടുവിലാണ്. പോയി ചെയ്യുമ്പോൾ അവിടെ പണ്ടെപ്പോഴോ ഒരു വെള്ളം ഒഴുകിപ്പോയൊരു സ്ഥലം കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പിള്ളേരോട് പറഞ്ഞു, നമുക്കിത് നദിയാക്കി മാറ്റാം, ലേക്കാക്കാം. ചന്ദ്രേട്ടൻ എന്താ പറയണത്, അങ്ങനെ വളവ് കാണുന്നില്ലേ, അവിടെ പോയി കെട്ടി നിർത്താൻ പറഞ്ഞു, ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെയും കെട്ടി നിർത്താൻ പറഞ്ഞു, ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ലോറിയിൽ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ലോറി ഞാൻ നിറയ്ക്കാം. അപ്പോൾ ആദ്യം 10 ലോറി കൊണ്ട് വയ്ക്കാൻ പറഞ്ഞു. 10 ലോറി കൊണ്ട് വെച്ചു. പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ അത് 3 ലോറിയായി കുറഞ്ഞു, ഭൂമി വലിച്ചെടുത്തു. ഞാൻ ഇനിയും 10 ലോറി വയ്ക്കാൻ പറഞ്ഞു. വെച്ചിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ അതൊരു 6 ലോറിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇനിയും 10 ലോറി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ 30 ലോറി ഒഴിച്ചപ്പോൾ തടാകം നിറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അടുത്ത കുളത്ത് പോയി കുറേ താമരയുടെ ഇലകളും ചെന്താമരയൊക്കെ കൊണ്ടുവന്നിട്ടു. ബാംഗ്ലൂർ മാർക്കറ്റിൽ പോയി 4 അരയിനത്തിനെ കൊണ്ടു വിട്ടു. പിന്നെ ഒരു 10-25 കിലോ റോബിൻ ബ്ലൂ നീളം വാങ്ങി കലക്കി അങ്ങോട്ട് വെള്ളത്തിൽ, നീല ജലാശയമായി മാറി. അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് എവിടെയാണ് ആ തടാകം, ഇത്രയും നല്ല തടാകം ചോദിച്ചപ്പോൾ എനിക്കറിയാതെ ചിരിച്ചു പോയി ഞാൻ. അപ്പോൾ നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമായിരുന്നു, അതിൻ്റെ ഫലമാണ് ആ സിനിമ. പിന്നെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, അതിൽ ഒരു സീനിൽ ആകെ 3 ഡയലോഗേ ഉള്ളൂ പടത്തിലാകെ. അപ്പോൾ ആ 3 ഡയലോഗ് മാത്രം ചെയ്തിട്ട് എല്ലാ ഭാഷയും ഡബ് ചെയ്താൽ ഡബിങ് ഫിലിമാകും. അത് വേണ്ടാമത് ആ 3 ഡയലോഗ് മാത്രം എല്ലാ ഭാഷയിലും സ്ട്രെയിറ്റായി ഷൂട്ട് ചെയ്തു. എന്നിട്ട് 6 ഭാഷയിൽ സ്റ്റേറ്റ് ലാംഗ്വേജ് പറഞ്ഞ് സെൻസർ ചെയ്തു. അപ്പോൾ എല്ലാ ഭാഷയിലും സ്ട്രെയിറ്റായിട്ട് റിലീസായി. അപ്പം നല്ല വില കിട്ടി. അത് വാങ്ങിയ ആൾക്കാർക്കും സ്റ്റേറ്റ് ഫിലിം റിലീസ് ചെയ്ത പോലെയായി. കച്ചവട തന്ത്രം എല്ലാം ഉപയോഗിച്ചു. ഈ ന്യൂഡിറ്റി ഹാൻഡിൽ ചെയ്യുന്നവരുടെ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു ന്യൂഡിറ്റി ഹാൻഡിൽ ചെയ്തോടെ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ നായിക കണ്ടെത്തിയപ്പോൾ പറഞ്ഞ കാര്യം, ഈ പടം അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നീ രക്ഷപ്പെടും, ഒരു പക്ഷേ എന്നെ പിന്നെ ആരും ഇൻഡസ്ട്രിയിൽ അടുപ്പിക്കില്ല. അപ്പോൾ അത് ആലോചിച്ചിട്ട് അഭിനയിച്ചാൽ മതി, എന്നെ ശപിക്കരുത് നാളെ, ഈ ക്യാരക്ടർ വില്ലിങ് ആണെങ്കിൽ ചെയ്യാവൂ
എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു എനിക്കൊന്നും ചിന്തിക്കാനില്ല, എനിക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ സ്ട്രഗിളിങ് ആണ്, ഞാൻ ഒരു ഈ വസ്ത്രങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരുതായ പക്വതയോടെ തന്നെ ഏറ്റെടുത്തു. അവർ അക്സെപ്റ്റ് ചെയ്തു. എനിക്കിപ്പോൾ നിലനിൽപ്പാണ് ജീവിതത്തിൽ ആവശ്യം, എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ യൂണിറ്റിൽ നിങ്ങൾക്ക് എല്ലാ സെക്യൂരിറ്റിയും ഗ്യാരണ്ടി ഞാൻ തരാം, പക്ഷേ ഇതാണ് കണ്ടീഷൻ, ഈ പടം ഓടിയാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവും, ഓടിയെങ്കിൽ നിങ്ങളൊന്നും ആവില്ല, എന്നെ ശപിക്കരുത്, നിങ്ങൾ ചോദിക്കുന്ന കാശ് തരാം. അവരുടെ പാവം പെൺകുട്ടിയായിരുന്നു, ഒരു 6 അനീസിമാരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ അച്ഛൻ ലോറി ഡ്രൈവറായിരുന്നു, ദാരിദ്ര്യവും പട്ടിണിയും കിടന്ന് കഷ്ടപ്പെടുന്നൊരു കുടുംബമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വരാം, എൻ്റെ കൂടെ ഞാൻ അമ്മയൊന്നും കൂട്ടിയിട്ട് വരില്ല, കാരണം ഞാൻ നോടിച്ച് അഭിനയിക്കുന്നത് അമ്മയൊന്നും കാണാനായിട്ട് വരുന്നത്. നീ പേടിക്കണ്ട, നിനക്കുള്ള സെക്യൂരിറ്റി ഞാൻ തരാം. ഞങ്ങൾ 5 പേര് താമസിക്കുന്ന റൂമിലാണ് ഒരു പായ വിരിച്ച് ORS അവിടെ കിടന്നുറങ്ങിയിരുന്നത് എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ ആദ്യം കുളിച്ച് റെഡിയായ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി പോയിട്ട് പറയും നീ കുളിച്ച് റെഡിയായിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ കൊണ്ടു നടന്നിട്ടാണ് പടം ഷൂട്ട് ചെയ്തത്. അത്ര ഗ്യാരണ്ടി സെക്യൂരിറ്റി കൊടുത്തു. ഫുൾ സ്കിൻ സോക്സ് ഇട്ടിരുന്നു ബോഡി മുഴുവൻ, ദൂരത്ത് നോക്കിയാൽ നൂടാണ് തോന്നും. പക്ഷെ അവർക്ക് ഒരിക്കലും നൂടുന്ന ഫീലിംഗ് ഇല്ല, കാരണം അവരൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ ഫുൾ നൂഡ് അവർ നടക്കണം തോന്നും. അങ്ങനെ ഇട്ടിട്ടാണ് 2 പേരെ കൊണ്ടും ചെയ്യിച്ചിരുന്നത്. വളരെ ദുർലഭം സീൻസിൽ മാത്രമേ ഒരു സൈഡ് ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി മുഴുവൻ നമ്മളെ ആൾക്കാരെ നന്നായിട്ട് മനോഹരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചെയ്യുമ്പോൾ പണ്ട് ബൈബിളിൽ ഏദൻസ് ഗാർഡൻ ആണല്ലോ, ഏദൻ തോട്ടം, അന്നത്തെ മരങ്ങളൊക്കെ വലുതായിരിക്കും, ഇലകളൊക്കെ വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടത്തുമ്പോൾ ഇവർ നൂഡിറ്റി കാണില്ല, കവറാവും. അങ്ങനെ വേണം ചെയ്യാൻ. എന്നാൽ നൂഡിറ്റി ഉണ്ടെന്നുള്ള ഫീൽ ഉണ്ടാക്കുകയും വേണം. ഒരു ലോങ് ഷോട്ട് എടുക്കുമ്പോൾ സ്കിൻ സോക്സ് ഇട്ട് ബാക്ക് നടന്നു പോയാൽ ഫുൾ നൂഡായി നടന്നു പോകണമെന്ന് തോന്നും. അപ്പോൾ ആ ഫീൽ കിട്ടും. ബാക്കി അടുത്ത് ക്ലോസിൽ നടക്കുമ്പോൾ ഈ ഇലകളുടെ ഇടയിൽ കൂടെയും മരത്തിൻ്റെ ഇടയിൽ കൂടെ പോവാം. അങ്ങനെ ചെയ്യണം പറഞ്ഞപ്പോൾ ആർക്കും മനസ്സിലായില്ല. ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്ത് ഞാൻ മാക്സിമം അത് എടുത്തു, എൻജോയ് ചെയ്ത വർക്കാണ്. ഞാൻ പറഞ്ഞില്ല, അതിൽ സ്കിൻ ഷോക്സിൽ കൂടെ ഒരു പാമ്പ് അഴഞ്ഞ് ശരീരത്തിൽ കൂടെ പോകുന്ന സീനുണ്ട്. ആ പടത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായിരുന്നു. അത് ഒറിജിനൽ പാമ്പാണ്. ഒറിജിനൽ പാമ്പാണ്. അന്ന് ഡ്യൂപ്ലിക്കേറ്റ് പാമ്പില്ല, ഒറിജിനലിന് വേണം. വേറെ ഇത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അന്ന് മോണിറ്റർ ഇല്ല. ഇതെങ്ങനെയായിരുന്നു നിങ്ങളുടെ അസസ്മെന്റ്? അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണല്ലോ, അവിടെ നമുക്ക് അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ഞാൻ മോണിറ്റർ നോക്കാറില്ല. കണ്ണാണ് ഞാനിപ്പോഴും മോണിറ്റർ നോക്കില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ ഷൂട്ട് ചെയ്യുമ്പോഴും ക്യാമറ ഉണ്ട്, മോണിറ്റർ ഉണ്ട്. എനിക്ക് മോണിറ്റർ നോക്കാൻ അറിയില്ല. ഞാൻ നേരെ ഇങ്ങനെ നോക്കിയിട്ട് വർക്ക് ചെയ്യുക. ആർട്ടിസ്റ്റിനെ ഡയറക്റ്റായിട്ട് കാണണം. എനിക്ക് അവരുടെ എക്സ്പ്രഷൻസ് ഞാൻ ഡയറക്റ്റായി കാണും. എനിക്ക് മോണിറ്ററിൽ കണ്ടാൽ ശരിയാവില്ല. അങ്ങനെ ശീലിച്ചു പോയി. അല്ല, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള പടം ഹാൻഡിൽ ചെയ്യുമ്പോഴും ആ ധൈര്യം തന്നെയാണ്. അത്രേ ഉള്ളൂ. അന്ന് മോണിറ്ററില്ല, മാത്രമല്ല ഞാൻ തന്നെ ക്യാമറയും, ഞാൻ തന്നെ ഡയറക്ടർ, ഞാൻ തന്നെ ക്യാമറ, എല്ലാം ഞാൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം, കാണണം, ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് പ്രൂവ് ചെയ്തപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ പോലെ അതിലെനിക്ക് വിഷമം തോന്നി. എന്താ വെച്ചാൽ അത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത സിനിമ ചെയ്യുന്നത് മെർലാൻഡിൻ്റെ സിനിമയാണ്. അപ്പം മെർലാൻഡുകാർ വന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു കാടിൻ്റെ സിനിമ ചെയ്ത് തരണം, ഞങ്ങളൊക്കെ കാടിൻ്റെ കുറേ സിനിമേഴ്സിലാണ്, സാറ് കാട് മനോഹരമായിട്ട് ഉപയോഗിച്ചിരിക്കണോ, ഞങ്ങൾക്കൊന്ന് ചെയ്തു തരണം. ഞാൻ അത്രേ കരുതിയുള്ളൂ. അപ്പോഴൊന്നും ഞാൻ വീണ്ടും പോകുന്നത് ഇതിലേക്കാണെന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ പോയി കാടിൻ്റെ സിനിമ ഷൂട്ട് ചെയ്യാൻ ഞാൻ സബ്ജക്റ്റൊക്കെ തീരുമാനിച്ച് അതിൻ്റെ ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂമൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. അവർ പറഞ്ഞു അയ്യോ ഈ ഡ്രസ്സൊന്നും ഇട്ടാൽ പടം ഓടില്ല സാർ, നമുക്ക് കുറച്ച് കളർഫുള്ളായിട്ട് മഞ്ഞയും ചുവപ്പും നീലയും ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദിവാസികൾക്ക് മഞ്ഞയും ചുവപ്പും നീലയൊക്കെ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഞാൻ കോംപ്രമൈസ് ചെയ്തു. സത്യമായിരിക്കാം, കളർഫുള്ളായിരുന്നു, പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. പക്ഷെ തൃപ്തിയില്ല, എനിക്ക് തൃപ്തിയില്ല. ഞാൻ ആദിവാസം ചെയ്തതിനേക്കാൾ ബെറ്ററായിട്ടൊരു പടം സിനിമ ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ പോയത് പക്ക കമേഴ്സ്യൽ സിനിമയ്ക്കാണ്. കുറച്ചുകൂടി എക്സ്പ്ലോയിറ്റ് ചെയ്തു സ്ത്രീകളെ എന്ന് വേണമെങ്കിൽ പറയാം. ആ സിനിമയിൽ അങ്ങനെ തന്നെ ചെയ്തു, അവർക്കതായിരുന്നു ആവശ്യം. പക്ഷെ എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുള്ളൂ, എന്നെ വിശ്വസിച്ച് വന്നൊരു പ്രൊഡ്യൂസർ കഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത്. അതിനുശേഷം അങ്ങനെ ഒരു 7-8 പ്രൊഡ്യൂസേഴ്സെ ഞാൻ രക്ഷിക്കേണ്ടി വന്നു.